കൊച്ചിയിൽ 52-കാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അസം സ്വദേശി ഹിർദോജലിനെ സംഭവസ്ഥലത്തെത്തിച്ച് ഇപ്പോൾ തെളിവെടുക്കുകയാണ്. പീഡനം നടന്ന റെയിൽവേ ട്രാക്കിന് സമീപത്തെത്തിയാണ് തെളിവെടുപ്പ് നടത്തുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ചെരുപ്പാണ് പ്രതിയെ കൊടുക്കുന്നതിൽ പോലീസിനെ സംബന്ധിച്ച് നിർണായകമായത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുകയാണല്ലോ, എന്താണ് ഇപ്പോഴവിടെ നടക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. പ്രതിയുമായി അന്വേഷണ സംഘം, കടവന്ത്ര CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവിടെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് ആ 52-കാരിയെ ഉപദ്രവിച്ച സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. പ്രതിക്ക് മുഖം മറച്ചാണ് കൊണ്ടുവന്നത്. കാരണം പ്രതിയുടെ തെളിവെടുപ്പ്, പ്രതിയെ തിരിച്ചറിയൽ പരേഡിന് വിധേയനാക്കേണ്ടതുണ്ട്. അതിനു മുൻപ് പ്രതിയുടെ മുഖം പുറത്തുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കേസ് അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ടാണ് പ്രതിയുടെ മുഖം മറച്ച തെളിവെടുപ്പിനായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രതിയെ തിരിച്ചറിയലിന് വേണ്ടി അടുത്ത ദിവസം ആ ആശുപത്രിയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനില തൃപ്തികരമായതിനു ശേഷം അവരെ പ്രതിയെ തിരിച്ചറിയാനായിട്ട് തിരിച്ചറിയൽ പരേഡിന് എത്തിക്കും. ഏതായാലും നിലവിൽ തിരിച്ചറിയൽ പരേഡ് തെളിവെടുപ്പ് നടക്കുകയാണ്. ഇവിടെ നിന്നാണ് പ്രതിയുടെ ചെരുപ്പ് ഈ കേസിൽ പോലീസിന് ലഭിക്കുന്നത്. അതിൽ നിന്നാണ് ഫേസ്ബുക്കിൽ ഇതേ ചെരുപ്പിട്ട പ്രതിയുടെ ഫോട്ടോ പോലീസിന് ലഭിക്കുന്നതും പ്രതിയിലേക്ക് വളരെ വേഗത്തിൽ പോലീസ് എത്തിച്ചേരുന്നതും. അസം സ്വദേശിയായ ഫിർദോസ് അലിയെയാണ് ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നത്. പ്രതിയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രതി എങ്ങനെയാണ് 52 വയസ്സുകാരിയെ കൊണ്ടുവന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ ഏതായാലും പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. നിലവിൽ സംഭവ സ്ഥലത്താണ് പോലീസ് പ്രതിയുമായി ഉള്ളത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കൊണ്ടുപോവുകയാണ്. വൈകുന്നേര സമയത്താണ് പ്രതി ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രതിയെ മറ്റുള്ളവർ, പ്രധാനപ്പെട്ട സാക്ഷി, ഈ കേസിൽ ഉപദ്രവിക്കപ്പെട്ട സ്ത്രീ തിരിച്ചറിയുന്നതിന് മുൻപ് മറ്റൊരാളും പ്രതിയുടെ മുഖം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മുഖം മറച്ച് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത്. പൊന്നുരുന്നി റെയിൽവേ മാർഷൽ യാർഡിന് സമീപത്താണ് പ്രതിയുമായി ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. ആ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ താമസിച്ചു വന്നിരുന്ന ആളാണ്. മലയാളം വളരെ നന്നായി അറിയാവുന്ന ആൾ. അങ്ങനെയാണ് അയാൾ ആ സ്ത്രീയെ സമീപിക്കുകയും അവരെ ഓട്ടോയിൽ വിളിച്ചുകൊണ്ടുപോയ ശേഷം അതിക്രൂരമായ ഉപദ്രവത്തിന് വിധേയമാക്കുകയും ചെയ്തത്. ഏതായാലും ആ സ്ത്രീ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയുടെ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കൊണ്ടുപോകും. നാളെ തന്നെ പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടക്കാൻ സാധ്യതയുണ്ട്. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നാളെയായിരിക്കും നടക്കുക. ഇപ്പോൾ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ അസം സ്വദേശിയായ പ്രതിയെയും കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഇവിടെ വെച്ചാണ് 52-കാരിയായ സ്ത്രീയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത്. പ്രതി അസം സ്വദേശിയാണ്. പ്രതിയുടെ ചെരുപ്പ് FB പോസ്റ്റിൽ ആ ചെരുപ്പിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടതാണ് പോലീസിനെ സംബന്ധിച്ച അന്വേഷണത്തിൽ നിർണായകമായത്. ശ്യാംകുമാർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിഗ് ബ്രേക്കിംഗിൽ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.